വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അത്യധികം ആവേശകരമാവുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ചുരുങ്ങിയ സമയമേ പ്രചാരണത്തിനുള്ളൂ എന്നുള്ളത് കൊണ്ട് വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കളത്തിലേക്ക് നിറയുകയാണ്. അതിൻ്റെ ലക്ഷ്യം കാണലൊന്നും പ്രധാനമല്ല എന്നുള്ള തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിശക്തമായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്ന തരത്തിൽ ഡാറ്റകളുടെ കുഴഞ്ഞുമറിയലും ഉണ്ടാവുകയാണ്. ഇന്നലെ വരെ വിജയിക്കുമെന്ന് കരുതിയിരുന്ന ഇടത്ത് പരാജയപ്പെടാനുള്ള സാധ്യതകൾ ചില ഘടകങ്ങളാൽ ഉണ്ടാകുന്നു എന്ന് കരുതേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി വരുന്നു. ഇപ്പോൾ ടീം PSR നടത്തിയ സർവേ ഫലങ്ങൾ 3 ഘട്ടങ്ങളിലായി അവർ നടത്തിയ സർവേ ഫലങ്ങൾ വിശദമായി തന്നെ നമ്മൾ അവലോകനം ചെയ്തിരുന്നു. അതിന് പിന്നാലെ നമ്മുടേതായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ അതത് ജില്ലകളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരുമായും രാഷ്ട്രീയ പ്രവർത്തകരുമായും അറിയാവുന്ന നാട്ടുകാരുമായും ഒക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ദ ജേണോയുടെ അവലോകനം ആരംഭിക്കുകയാണ്. ആദ്യം കാസർഗോഡ് ജില്ലയിലേക്കാണ്. കാസർഗോഡ് ജില്ലയിലെ 5 സീറ്റുകളിൽ പല സർവേകളിലും അതിൽ 4 സീറ്റ് വരെയൊക്കെ UDF നേടാനുള്ള സാധ്യതയുണ്ട്, BJP മഞ്ചേശ്വരത്ത് ജയിക്കും എന്നൊക്കെയുള്ള വിലയിരുത്തൽ നടത്തുമ്പോഴും ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രകടമായ ഒരു മാറ്റത്തിനും 2021 നിന്ന് പ്രകടമായ ഒരു മാറ്റത്തിനും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. 2 മണ്ഡലങ്ങളിൽ അതിശക്തമായ വെല്ലുവിളി, അതിൽ മഞ്ചേശ്വരത്ത് UDFും തൃക്കരിപ്പൂരിൽ LDFും നേരിടുന്നു എന്നതൊഴിച്ചാൽ കഴിഞ്ഞ തവണത്തെ പോൾ ഡാറ്റയിൽ നിന്ന് വലിയ വ്യത്യാസം ഈ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിഗമനം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന 3-2 എന്ന് പറയുന്ന സ്റ്റാറ്റസ് അത് അതുപോലെ തന്നെ നിലനിൽക്കും എന്നതാണ്. അപ്പോൾ ഉദുമയും തൃക്കരിപ്പൂരും പിടിക്കാനാകും എന്ന് UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സിറ്റിംഗ് MLAമാർക്കെതിരെ വലിയ ജനവികാരമില്ല എന്നുള്ളത് LDFനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകും. അത് ഉദുമയിൽ വലിയ തോതിൽ ഗുണകരമാകും. പിന്നെ ഈ വടക്കൻ കേരളത്തിലൊക്കെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും ആ കൺസോൾട്ടേഷനെ ഓവർകം ചെയ്യാനുള്ള കരുത്തുള്ളയാളാണ് CH കുഞ്ഞമ്പു എന്നുള്ളത് അദ്ദേഹം നേരത്തെയും തെളിയിച്ചിട്ടുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ CH കുഞ്ഞമ്പു ഉദുമയിൽ സുരക്ഷിതമായി ജയിക്കും. VPP മുസ്തഫ അദ്ദേഹം സന്ദീപ് വാര്യരുമായി അവിടെ ഏറ്റുമുട്ടുമ്പോൾ അതൊരു അതിശക്തമായ പോരാട്ടമാണ്. പക്ഷേ സമവാക്യങ്ങൾ അത്ര എളുപ്പത്തിൽ VPP മുസ്തഫയെ സന്ദീപ് വാര്യർക്ക് കീഴടക്കാൻ കഴിയുന്ന തരത്തിലല്ല. ഓളമൊക്കെ ഉണ്ടാക്കാൻ നടക്കുന്നുണ്ട് എങ്കിലും അത് വളരെ കൃത്യമായി തന്നെ പ്രചാരണ രംഗത്ത് ഒരു മേൽക്കൈ നേടിയെടുക്കാനൊക്കെ സന്ദീപ് വാര്യർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ജയം എന്നുള്ളത് ഇപ്പോഴും അകലെയാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. മഞ്ചേശ്വരത്തേക്ക് വരുമ്പോൾ അവിടെ സുരേന്ദ്രന് കഴിഞ്ഞ തവണത്തേക്കാൾ സങ്കീർണമായ സാഹചര്യമാണുള്ളത്. അതായത് ആദ്യം നേരിയ വോട്ടിന് പരാജയപ്പെടുന്നു, അത് കഴിഞ്ഞപ്പോൾ അത് 3 അക്കത്തിലേക്ക് കടക്കുന്നു. ഇത്തവണ ഒരുപക്ഷെ അതിൻ്റെ ആ ഭൂരിപക്ഷം 4 അക്കത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു ടൈറ്റ് പോരാട്ടം ഇത്തവണ UDFന് അവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് SDPI ആദ്യം മത്സരരംഗത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ആശങ്ക ഉണ്ടായെങ്കിലും അവർ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതിലൂടെ അവിടെ കൃത്യമായി സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ലീഗിനും AKM അഷ്റഫിനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് ഒരു കൊടിയ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കേണ്ട സാഹചര്യമില്ല. കാസർഗോഡ് മണ്ഡലത്തിലും അങ്ങനെ ലീഗിൻ്റെ അപ്രമാദിത്വത്തിന് തൽക്കാലം ഷാനവാസ് പാദൂരിനെ പോലെയുള്ള ഒരു ജനസമ്മിതിയുള്ള UDF പശ്ചാത്തലമുള്ള ആളിനെ അവിടെ അവതരിപ്പിച്ചെങ്കിലും അത് ലീഗിന് വെല്ലുവിളിയാകാൻ സാധ്യതയില്ല. BJPയും അവിടെ ഇപ്പോൾ അശ്വനിയെ പോലെയുള്ള ഒരു യുവമുഖത്തെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും അവർക്കും അവിടെ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റം അധികം ഉണ്ടാകില്ല. കോൺഗ്രസ്സിന് ഇക്കുറിയും കാസർഗോട്ട് അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാഞ്ഞങ്ങാട് കേരള കോൺഗ്രസ് ജോസഫിനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്തായാലും അതിവിദൂരമാണ് ഒരു ജയത്തിന് അരികിലെങ്കിലും എത്തുക എന്നുള്ള പ്രതീക്ഷ. അപ്പോൾ തൃക്കരിപ്പൂരിലും ഉദുമയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ K നീലകണ്ഠനും സന്ദീപ് വാര്യരും മികച്ച സ്ഥാനാർത്ഥികളാണ് എങ്കിലും സാമുദായിക സമവാക്യങ്ങളെ
ചേർത്ത് നിർത്താനൊക്കെ കഴിയുന്ന ആളുകളാണ് എങ്കിലും അവിടുത്തെ ഇടത് കോട്ടകളെ അത്ര പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ സാധിച്ചില്ലേ എന്ന് മറുചോദ്യം ഉണ്ടാകാം. പക്ഷേ ആ സാഹചര്യം വേറെ. ഇവിടെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റിംഗ് MLA-മാരുടെ പ്രകടനം LDF-നെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരത്തെ, മൊത്തത്തിൽ സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വികാരം ഈ പ്രതിപക്ഷം രംഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ പോകുന്ന മികവ് ഈ MLA-മാരെല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് LDF-ന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. കാസർകോട്ടെ 2 സീറ്റുകളിലും അത് പ്രകടവുമാണ്. ഇപ്പോൾ CPM മത്സരിക്കുന്നു. ഇപ്പോൾ ഉദുമയിൽ അത് സിറ്റിംഗ് MLA തന്നെ മത്സരിക്കുന്നു. മറ്റേയിടത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി പോയ രാജഗോപാലൻ പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി VPP മുസ്തഫയ്ക്ക് ഗുണകരമായി മാറും എന്ന് LDF കണക്ക് കൂട്ടുന്നുണ്ട്. കാഞ്ഞങ്ങാടും സിറ്റിംഗ് MLA മാറിയെങ്കിലും സിറ്റിംഗ് MLA-യുടെ പ്രകടനം CPI-യെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് സുരക്ഷിതമായി നിലനിർത്താൻ സാധിക്കുന്ന തരത്തിൽ മാറിയിട്ടുണ്ട് എന്നവർ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ജേണോയുടെ വിലയിരുത്തലിൽ കാസർഗോഡ് സ്റ്റാറ്റസ് കോ നിലനിൽക്കും. 2 മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം, മഞ്ചേശ്വരത്തും തൃക്കരിപ്പൂരിലും. അതിനപ്പുറത്ത് കാസർഗോഡ് അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്നു തന്നെ ഞങ്ങൾ കണക്ക് കൂട്ടുകയാണ്. സാധാരണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിയുമ്പോൾ കോൺഗ്രസിനെയും UDF-നെയും ഏറ്റവും അധികം അലട്ടുന്ന വിഷയം റിബലുകളുടെയും അസംതൃപ്തരുടെയും സാന്നിധ്യമായിരിക്കും. റിബലുകളായി മത്സരിക്കാൻ ചുരുങ്ങിയത് 1 ഡസൻ ആളുകളെങ്കിലും ഉണ്ടാകാറുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും. അസംതൃപ്തരുടെ എണ്ണമാണെങ്കിൽ ഓരോ മണ്ഡലത്തിലും ഡസൻ കണക്കിന് ആളുകൾ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു വലിയ അപകടം ഒഴിവായിരിക്കുന്നു. അങ്ങനെ ആ അപകടം ഒഴിവാക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചത് AICC-യുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു തർക്കവും ഉണ്ടാകില്ല. ഇപ്പോൾ UDF-ൻ്റെ ചെയർമാനായിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിൻ്റെ പ്രചാരണം നയിക്കുന്ന രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ഉള്ളപ്പോഴും കോൺഗ്രസിലെ റിബലുകളായി രംഗത്ത് വന്നവരെയും അസംതൃപ്തരെയും പാർട്ടിയോടൊപ്പം ചേർത്തു നിർത്താൻ KC വേണുഗോപാൽ ഒരു ദൗത്യം ഏറ്റെടുത്തു. ആ ദൗത്യം ഇങ്ങ് തെക്ക് മുതൽ അങ്ങ് കാസർഗോഡ് വരെയും വിജയിച്ചു എന്നുള്ളതാണ് സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായപ്പോൾ നമുക്ക് ബോധ്യമായ ഒരു കാര്യം. അവരെ എല്ലാവരെയും പാർട്ടിക്ക് വേണ്ടി കളത്തിലിറക്കാനും KC വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിലൂടെ സാധിച്ചു. ഉള്ളിൽ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ആ വിയോജിപ്പുകൾ മാറ്റിവെച്ച് രംഗത്തിറങ്ങാൻ അസംതൃപ്തരായി നിന്നവർ, സീറ്റ് കിട്ടാത്തവർക്ക് സ്വാഭാവികമായി അത്തരത്തിലുള്ള അതൃപ്തികൾ ഉണ്ടാകും. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. പരസ്യമായി പൊട്ടിത്തെറിക്കുന്നവരും പ്രതികരിക്കുന്നവരും ഒക്കെ ഉണ്ടാകും.